ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണ്. ഇന്നൊരു മോർണിംഗ് റൊട്ടീനാണേ. അപ്പോൾ ഇന്ന് പതിവില്ലാതെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ രാവിലെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഊറ്റി പിടുത്തം കിട്ടുന്നില്ല. കുറേ നാളായാലും അടുക്കളയിലൊക്കെ രാവിലെ വന്ന് കയറിയിട്ട് മറ്റേത് തലേന്ന് രാത്രി തന്നെ എല്ലാം ഒതുക്കിയൊക്കെ വെക്കുന്നതുകൊണ്ട് ഷടപടേന്ന് രാവിലെ വന്നൊരു കാര്യങ്ങളൊക്കെ കഴിയുമായിരുന്നു. ഇന്ന് ഒന്നും ഒതുക്കിയൊന്നും വെച്ചിട്ടൊന്നുമില്ല. അമ്മയ്ക്ക് ഇന്നലെ 2 ദിവസമായിട്ട് നല്ല തലവേദനയും ബുദ്ധിമുട്ടുമായിട്ടൊക്കെ ആളിരിക്കുകയാണ്. ആൾക്കൊരു പനിയുടെ ഒരു ആരംഭമാണെന്ന് തോന്നുന്നു. പനിയായിട്ടൊന്നും ഇല്ല, പക്ഷേ നല്ല ക്ഷീണവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇന്നലെ രാത്രിയിലൊക്കെ നല്ലൊരു കിടുങ്ങൽ പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചു, ഒരു കഷായമൊക്കെ ഇട്ട് കുടിച്ചതിന് ശേഷമാണ് ആൾ കിടന്നത്. ഞാൻ രാവിലെ എഴുന്നേക്കണ്ട, നമുക്ക് നാളെ ഫുഡ് വെളിയിൽ നിന്ന് വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞാണ് ആളെ കിടത്തിയെങ്കിലും ആൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് അമ്മ എഴുന്നേൽക്കുന്നതിന് മുന്നേ ഞാൻ എഴുന്നേറ്റ് വന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാമെന്ന് കരുതി. അങ്ങനെയാണ് എഴുന്നേറ്റ് വന്ന് ഞാൻ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് ഇതാ സൗണ്ട് കേട്ട് അമ്മ ഇറങ്ങി വന്നു കേട്ടോ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മ പോവത്തില്ല, പോയി കിടക്കാൻ പറഞ്ഞാലും കേൾക്കില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് അവിടെ നിൽക്കട്ടെ, ഞാനും കൂടെ പെട്ടെന്ന് ചെയ്ത് തീർക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ജോലി തീരുമല്ലോ, പിന്നെ റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഇതാ നമുക്ക് രാവിലെ കുറച്ച് തോരനൊക്കെ വെക്കാം. 2 ഏത്തയ്ക്ക അടപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് അരിഞ്ഞ് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അമ്മയ്ക്കും കുഞ്ഞിനും മാത്രം മതിയല്ലോ. ഞാനാണെങ്കിൽ ഇപ്പോൾ ചോറൊന്നും കഴിക്കാറില്ല. പിന്നെ വെക്കുന്ന കറികളിൽ നിന്ന് കുറച്ച് കഴിക്കുമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 2 മാത്രമേ എടുക്കുന്നുള്ളൂ. അതൊന്ന് കട്ട് ചെയ്ത് ഒന്ന് റെഡിയാക്കുമ്പോഴത്തേക്ക് ഇതാ അമ്മ പിന്നെ അരിയടപ്പിടാനുള്ള കാര്യങ്ങളൊക്കെ വെള്ളമൊക്കെ വെച്ചു കേട്ടോ. പിന്നെ ഇന്നലെ അല്ല, നേരത്തെ അരച്ചതിൻ്റെ ബാലൻസ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു തോരന് വേണ്ടിയിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മ പറഞ്ഞു അതിട്ടാൽ മതിയെന്ന്. അങ്ങനെ പിന്നെ ഇതാ അരപ്പും കൂടെ ചേർത്ത് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അമ്മ അപ്പോഴത്തേക്ക് ഇതാ കടലയൊന്ന് അടുപ്പത്താക്കുന്നുണ്ട്, കടലക്കറിക്ക് വേണ്ടിയിട്ട് കേട്ടോ. കുക്കറിനകത്താക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു പൊട്ടറ്റോ ഫ്രൈയും കൂടെ ചെയ്യാമെന്ന് കരുതി. എൻ്റെ കുഞ്ഞിൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് കേട്ടോ. ഇതിങ്ങനെ നീളത്തിലോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞായിട്ടോ അരിഞ്ഞെടുത്തിട്ട് ഇതിനകത്ത് മുളക് പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടി ഞാൻ കളറിന് വേണ്ടി ചേർക്കുന്നുണ്ട്, എരിവിൻ്റെയും ചേർക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും കൂടെ ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അരപ്പ് ആ ഒരു പൊടികളെല്ലാം അതിനകത്ത് പിടിക്കണമല്ലോ, ആ രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇത് നമുക്കൊരു പാൻ വെച്ച് അതിനകത്ത് എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഇതിനകത്ത് തട്ടിയിട്ട് കൊടുക്കാം. വേറെ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ അത് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതൊന്ന് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് കുറച്ച് നേരം തുറന്ന് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നല്ല രീതിയിൽ ഇങ്ങനെ മൊരിഞ്ഞ് വരും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത്. ഇതാണെങ്കിൽ കുറേ നാളായി ഞാൻ ഉണ്ടാക്കിയിട്ട്. ഇപ്പം അങ്ങനെ അടുക്കളയിൽ അങ്ങനെ കയറുന്നില്ലല്ലോ, വയ്യാതായതിന് ശേഷം അല്ല, പ്രഗ്നൻ്റ് ആയതിന് ശേഷം പിന്നെ എനിക്ക് അങ്ങോട്ട് റെസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിരുന്നല്ലോ. പിന്നെ അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കിച്ചണിൽ അങ്ങനെ അങ്ങ് കയറാറില്ല രാവിലെയൊക്കെ. പിന്നെ ഉച്ച കഴിഞ്ഞ് വൈകിട്ടോ ഒക്കെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കയറാറേ ഉള്ളൂ. അതുകൊണ്ട് ഇത് പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കി കൊടുത്തിട്ട് കുറേ നാളായി കുഞ്ഞിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കാമെന്ന്. ഇതാണെങ്കിൽ ഞാൻ കുഞ്ഞിന് ലെമൺ സാദം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്നതായിരുന്നു കേട്ടോ. ആൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്, ലെമൺ സാദമൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇതാ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ അടുപ്പത്താക്കി വെച്ചിട്ടുണ്ട്. അമ്മ അപ്പോഴത്തേക്ക് ഇതാ പുട്ടിനുള്ള മാവ് നനയ്ക്കായിരുന്നു കേട്ടോ. ഇന്നിവിടെ പുട്ടും കടലക്കറിയാണേ. നല്ല ചൂടാണ്. അടുക്കളയിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ വിയർത്തിങ്ങനെ ഒലിച്ചിട്ടേ ഇരിക്കും കേട്ടോ. അവിടെ ഫാനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നന്നായിട്ട് വിയർക്കും. പിന്നെ എൻ്റെ വയറിൻ്റെ ഭാഗത്തുള്ള ഈ ഒരു നനവ് നിങ്ങൾ കുറേ നേരം കൊണ്ട് കാണുന്നുണ്ടായിരിക്കും. വേറെ ഒന്നുമല്ല കേട്ടോ, മുഖം കഴുകുകയോ പാത്രം കഴുകുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ വയറിൻ്റെ ഭാഗത്ത് നനവ് വരും കേട്ടോ. ഞാൻ രാവിലെ എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയതിന് ശേഷമാണ് അടുക്കളയിലോട്ട് കയറിയത്. അതാണ് ഇങ്ങനെ നനഞ്ഞ് തന്നെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് നേരം എന്താ കതവൊക്കെ തുറന്നിട്ട് പുറത്തോട്ടൊന്ന് കാറ്റ് കൊള്ളാൻ ഞാൻ വന്ന് നിൽക്കുകയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളും നോക്കിയും കണ്ടുമൊക്കെ ഞാനും അമ്മയും കൂടെ കുറേ നേരം സംസാരിച്ചു. അപ്പോഴാണ് നമ്മുടെ പൊട്ടറ്റോയുടെ കാര്യം ഓർമ്മ വന്നത്. അങ്ങനെ പിന്നെ ഇതാ വന്ന് തുറന്നു നോക്കിയപ്പോഴത്തേക്ക് എല്ലാം റെഡിയായിട്ട് ഇരിക്കുകയാണ്. ഇത് നമ്മൾ ഇനി കുറച്ച് നേരം തുറന്ന് വെച്ചിട്ടാക്കുമ്പോൾ നല്ല മുരിഞ്ഞു വരും കേട്ടോ. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ്, ചുമ്മാ ഇങ്ങനെ പറക്കി തിന്നാം കേട്ടോ, അടിപൊളിയാണ്. അങ്ങനെ ഇതാ അത് മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് കടലക്കറിക്കുള്ളത് അടുപ്പത്താക്കാം കേട്ടോ. നമ്മുടെ കുക്കറിനകത്ത് കടല വേവിക്കാൻ വെച്ചിരുന്നതൊക്കെ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ എണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് കടുക് വറുത്തിട്ട് തേങ്ങക്കൊത്തൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ച് അതിനകത്ത് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയൊക്കെ എടുത്തിട്ട് ബാക്കി
കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് കരുതി. ഞാനിത് വഴറ്റിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് നടുവിൻ്റെ അവിടെ എവിടേക്കോ വേദന പോലെ തോന്നുന്നുണ്ട്. എനിക്കിപ്പോൾ അധികം നേരം നിൽക്കാനേ പറ്റത്തില്ല കേട്ടോ. കുഞ്ഞിൻ്റെ വെയിറ്റ് താഴോട്ട് വരുന്നതനുസരിച്ചിട്ട് നല്ല അടിഭാഗത്ത് നല്ല ബുദ്ധിമുട്ടാണ്. നല്ലൊരു വേദനയും കഴപ്പും ഒക്കെ വരും കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ ആക്കി ഉള്ളിയൊക്കെ വഴറ്റി കടലയൊക്കെ തട്ടിയതിന് ശേഷം പിന്നീട് ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്നിട്ട് വരാമെന്നും പറഞ്ഞ് ഞാൻ പിന്നെ റൂമിലോട്ട് പോയി കേട്ടോ. അപ്പോഴേക്കാണ് കുഞ്ഞിനാണെങ്കിൽ എഴുന്നേറ്റിട്ടേ ഇല്ല. ആളിങ്ങനെ കിടക്കുമായിരുന്നു, ഉണർന്ന് കിടക്കുമായിരുന്നു. പിന്നെ കുഞ്ഞിൻ്റെ അടുത്ത് പോയി കുറച്ച് നേരം കിടന്നതിന് ശേഷം ആളെ ഒന്ന് വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരു സുഖം, മനസ്സുഖം അത്ര തന്നെ. അങ്ങനെ ഞാൻ പിന്നെ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുമായിരുന്നു. കുഞ്ഞിനാണെങ്കിൽ പിന്നെ എഴുന്നേറ്റ് കുളിച്ച് ഒരുങ്ങി ഫുഡ് കഴിച്ച് ആളങ്ങ് പോവും. വേറെ പണിയൊന്നും ഇല്ലല്ലോ. ആളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്, കാലൊക്കെ വേദനിക്കുന്നു, നടുവേദനിക്കുന്നു. ഞാൻ പറഞ്ഞു ഇന്ന് പോകണ്ടെന്ന് പറഞ്ഞിട്ടും ഇല്ല പോവാതിരുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞ് പിന്നെ ആൾ എഴുന്നേറ്റ് ഒരുങ്ങാനൊക്കെ പോയിട്ടുണ്ടേ. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ എഴുന്നേറ്റ് വന്നു. അപ്പോഴത്തേക്ക് അമ്മ ഇവിടെ പുട്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് റാഗി പുട്ടും കുഞ്ഞിന് അരിപ്പുട്ടുമാണേ. അപ്പോൾ അമ്മ ചിലപ്പോൾ റാഗി അങ്ങനെ എടുക്കാറില്ല. അരിപ്പുട്ടോ ഇല്ലെങ്കിൽ ചോളത്തിൻ്റെ പൊടി ഇരിപ്പുണ്ട്, അതാക്കി എടുക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ കടലക്കറിയൊക്കെ നല്ല കുറുകി ആയിട്ടുണ്ട്. ഇന്ന് കുറച്ച് കടലക്കറിയാണ് കുഞ്ഞിന് കൊടുത്തു വിടുന്നത് ഫുഡിൻ്റെ കൂടെ. ആൾക്ക് ചോറിൻ്റെ കൂടെ കടലക്കറി നന്നായിട്ട് ഇഷ്ടമാട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. കടലക്കറി ഉണ്ടെങ്കിൽ എനിക്ക് വേറെ കറികളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രാവിലെ കടലക്കറി ആണെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ വെച്ചേക്കും കടലക്കറി എന്നിട്ട് ഒഴിച്ച് കഴിക്കും. നല്ല ടേസ്റ്റ് കടലക്കറിയും. പിന്നെ ഇതുകൊണ്ട് പയർ തോരനോ പയർ പുഴുങ്ങിയതോ ഒക്കെ ഉണ്ടെങ്കിലും ചോറിൻ്റെ കൂട്ടത്തിയിട്ട് പുരട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് അന്നേരം പെട്ടെന്ന് ഓർമ്മ വരുന്നതേ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് പയർ കിട്ടുമായിരുന്നല്ലോ. അപ്പോൾ അത് ചോറിൻ്റെ കൂടെ ഇട്ട് ഇളക്കി കഴിക്കുമ്പോൾ ഉണ്ടാവും ആ ഒരു ഫീൽ എനിക്കുണ്ടാവും. അത് മാത്രമല്ല കേട്ടോ, അന്ന് കഴിച്ച ആ ഒരു ടേസ്റ്റും നമുക്ക് ഉണ്ടാവും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി കഴിക്കാറുണ്ട്. പിന്നെ ഇതാ രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാട്ടോ. ഇനി അടുക്കളയിൽ പണിയൊന്നും ഇല്ല. അതുകൊണ്ട് ഇതാ എല്ലാം ഒതുക്കിയൊക്കെ വെച്ചിട്ട് ഞാനൊന്ന് നടക്കാൻ ഇറങ്ങി. രാവിലെ ആ ഒരു തണുത്ത ഒരു കാറ്റും പിന്നെ ആ കിളികളുടെയൊക്കെ സൗണ്ടും എല്ലാം കേട്ട് നടക്കാൻ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ രാവിലെ കുറച്ച് നേരം നടന്നിട്ട് വന്നപ്പോഴത്തേക്ക് കുഞ്ഞിനിവിടെ കുളിച്ച് ഒരുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി ഫുഡ് കഴിച്ചു. ഞാൻ കുറച്ച് മാത്രമേ ആ പുട്ട് കഴിച്ചുള്ളൂ കേട്ടോ. ആ എടുത്ത് വെച്ച പുട്ടിൻ്റെ പകുതി മാത്രമേ എനിക്ക് അധികം അങ്ങോട്ട് കഴിക്കാൻ പറ്റുന്നേ ഇല്ല. എന്താണെന്നറിയത്തില്ല. അപ്പോൾ ഫുഡൊക്കെ അങ്ങോട്ട് അധികം അങ്ങനെ കഴിക്കാനൊന്നും പറ്റത്തില്ല. ക്ഷീണവും തളർച്ചയും എനിക്കറിയില്ല എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളാട്ടോ. ഡേറ്റ് അടുത്തടുത്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ കൂട്ടത്തിൽ വേദനയും എല്ലാം കൂടെയൊക്കെ ആകുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം ഇങ്ങനെ വേദന വരുമ്പോഴത്തേക്ക് എനിക്കങ്ങ് തലകറങ്ങുന്ന പോലെയൊക്കെ തോന്നും. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പാത്രങ്ങൾ പിന്നെ കഴിച്ച പാത്രങ്ങളൊക്കെ അന്നേരം കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. എല്ലാം കൂടെ കിടന്നാലേ നമ്മൾ ഒരുപാട് നേരം നിന്ന് കഴുകിക്കൊണ്ടിരിക്കണ്ടേ. അതുകൊണ്ട് അന്നേരം ഉള്ളത് കഴുകി വെക്കുവാണെങ്കിൽ വലിയ പാടില്ലല്ലോ. അങ്ങനെ അതും കഴുകി വെച്ചപ്പോഴത്തേക്ക് കുഞ്ഞൻ പിന്നെ പോകാൻ ഇറങ്ങുമെന്നും പറഞ്ഞ് വിളിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ അങ്ങോട്ട് വന്നു. അമ്മയാണെങ്കിൽ കിടക്കുക കേട്ടോ. അമ്മ പിന്നെ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്ക് അമ്മയ്ക്ക് തലയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടല്ലോ. അങ്ങനെ പിന്നെ ആൾ പോയി കിടന്നു. ഞാനാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ 2 ദിവസമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക. ഈ അമ്മ വരത്തേയില്ല. ഹോസ്പിറ്റലിൽ പോകാൻ വിളിച്ചാൽ വരുത്തതും ഇല്ല, പറഞ്ഞാൽ കേൾക്കത്തും ഇല്ല. അങ്ങനെ ഒരു സാധനമാണ്. അങ്ങനെ പിന്നെ ഞാൻ പിന്നെ എന്തായാലും ഇന്നലെ ടാബ്ലറ്റൊക്കെ കഴിച്ചു, കഷായമൊക്കെ ഇട്ട് കുടിച്ചപ്പോഴത്തേക്ക് ഏകദേശം കുഴപ്പമില്ല. നമ്മുടെ ചുക്ക് എല്ലാം കൂടി ഇട്ടിട്ട് ഒരു കഷായം പോലെ ഉണ്ടായി കുടിക്കുമല്ലോ പനി വരുമ്പോൾ, അതാട്ടോ. അത് കുടിച്ചുകൊണ്ടാണ് അമ്മയ്ക്ക് കുറവുള്ളതെന്നൊക്കെ അമ്മ പറയുമായിരുന്നു. രാവിലെ അതുകൊണ്ട് എഴുന്നേറ്റത്, ഇല്ലെങ്കിൽ എനിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല എന്നൊക്കെ. അങ്ങനെ ആളവിടെ കിടക്കുകയാണ്. പിന്നെ ഞാൻ കുഞ്ഞൻ പോയതിന് ശേഷം ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു കേട്ടോ. മറ്റേത് കുഞ്ഞൻ പോയി കഴിയുമ്പോഴത്തേക്കും ഞാനും അമ്മയും കൂടെ രാവിലെ ഇവിടെ കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നതിന് ശേഷമാണ് ഞാൻ പിന്നെ അകത്ത് കയറി പോകാറുള്ളത്. അപ്പോഴേക്ക് കുഞ്ഞൻ അങ്ങ് ചെന്നതിന് ശേഷം ആൾ വിളിക്കും കേട്ടോ. എന്നും അവിടെ ചെന്ന് കഴിഞ്ഞ ഉടനെ വിളിക്കും, ഞാനിങ്ങ് എത്തിയെന്ന് പറഞ്ഞിട്ട്. അന്നേരം ഞാൻ പിന്നെ ഫോൺ ബെല്ലടിക്കുമ്പോൾ അകത്ത് കയറി പോവും, സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് പിന്നെ മരുന്നൊക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാറുള്ളത്. ഇന്ന് പിന്നെ കുറച്ച് നേരം ഇരുന്നിട്ട് ഇങ്ങനെ കയറി വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുക്കളയിൽ കുറച്ച് ഫുഡൊക്കെ വെച്ച് കഴിയുമ്പോൾ വേസ്റ്റൊക്കെ വീണ് അങ്ങനെ കിടക്കുമല്ലോ. എപ്പോഴും നേരത്തെ ഞാൻ ചെയ്യുന്നത് കുഞ്ഞൻ പോയി കഴിഞ്ഞ ഉടനെ വന്ന് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോഴെപ്പോഴും ഒതുക്കി വെക്കാറാണ് പതിവ്. അത് കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിക്കാനൊക്കെ പോകാറുള്ളത് തന്നെ. അങ്ങനെ പിന്നെ നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അടുപ്പിൻ്റെ മേലൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് കഴുകിയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം പോയി കുളിക്കാമെന്ന് കരുതി. ചൂട് കാരണം പറ്റുന്നേ ഇല്ല, ഇങ്ങനെ വിയർത്ത് ഒലിച്ചിങ്ങനെ എറ്റി വീഴുക കേട്ടോ. പിന്നെ മിക്കവരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഈ ഒരു പ്രഗ്നൻസി സമയത്ത് നല്ല ചൂടായിരിക്കും എന്നൊക്കെ. പക്ഷേ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഒരു നിമിഷം പോലും നമുക്ക് ആ ഒരു ഫാനിൻ്റെ കീഴിൽ ഇരിക്കാതെ എനിക്ക് പറ്റത്തേ ഇല്ല.
അത്രയ്ക്ക് ചൂടാണ്. ഇത്രയും മഴയൊക്കെ പുറത്ത് പെയ്താലും ഞാനിങ്ങനെ ഫാൻ ഇട്ടിട്ട് ഇരിക്കും കേട്ടോ. അത്രയ്ക്ക് ചൂട് ഇങ്ങനെ എന്നിട്ട് പോലും ഇങ്ങനെ വിയർത്ത് വലിച്ചുകൊണ്ടിരിക്കും. ഇവിടെ അമ്മയും കുഞ്ഞനും പറയും നീ ഫാൻ ഇട്ടിട്ടും ഇങ്ങനെ വിയർക്കുവാണല്ലോ എന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ, തലയൊക്കെ നനഞ്ഞ് കുഴഞ്ഞ് ഇങ്ങനെ. എനിക്ക് പക്ഷെ നല്ല പേടിയുണ്ടായിരുന്നു ഈ തല ഇങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ വിയർപ്പ് താന്നിട്ട് ഇനി പനി അങ്ങനെ പിടിക്കുമെന്ന്. പക്ഷെ ഇതുവരെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോവുകയാണ് കേട്ടോ. പനിയൊന്നും അങ്ങനെ അധികം വന്നിട്ടില്ല. ഇനിയും ലാസ്റ്റ് വരെ വരല്ലേ എന്നുള്ളൊരു പ്രാർത്ഥനയേ ഉള്ളൂ എനിക്ക്. അങ്ങനെ ഇതാ നമ്മുടെ അടുപ്പിൻ്റെ മേലെ ഒന്ന് കഴുകി, അതായത് വെള്ളം ഒഴിച്ച് കഴിയുന്നില്ല, സോപ്പിട്ടിട്ടൊന്ന് പിന്നെ നനഞ്ഞ് തുണിയൊക്കെ വെച്ചൊന്ന് തുടച്ച് ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് കരുതി കേട്ടോ. അപ്പം നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും. ഞാനിതിന് മുന്നേ ഒരു ലിക്വിഡ് ഉണ്ടാക്കി വെക്കുമായിരുന്നു, അതൊക്കെ തീർന്നു. ഇനി അതൊക്കെ ഉണ്ടാക്കി വെക്കണം. അതാണെങ്കിൽ നല്ല കേട്ടോ, നമ്മുടെ ഈ ഒരു അടുപ്പിൻ്റെ മുകളിൽ തുടച്ചെടുക്കാനും പിന്നെ ഈ ഒരു സ്ലാവിൻ്റെ ഈ ടൈലിൻ്റെയൊക്കെ മുകളിൽ അഴുക്കൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുക്കുവാണെങ്കിൽ നന്നായിട്ട് വൃത്തിയാവും കേട്ടോ. അപ്പോൾ അതിനി ഉണ്ടാക്കിയൊക്കെ എടുക്കണം. ഇപ്പം ഞാൻ അധികം അങ്ങനെ അടുക്കളയിൽ കയറാറില്ലല്ലോ, അമ്മയാണല്ലോ എപ്പോഴും അടുക്കളയിൽ നിൽക്കാറുള്ളത്, വല്ലപ്പോഴും വന്ന് കയറാറേ ഉള്ളൂ. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം, കിച്ചണൊക്കെ ഒന്ന് അടിപൊളിയാക്കി എടുക്കണം എന്നും പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഇവിടെയൊക്കെ കുറേ ഒതുക്കി കുറച്ച് എന്താ പറയുക, കുറേ ബോട്ടിൽസൊക്കെ മേടിച്ച് കുറച്ചൊക്കെ ഡെക്കറേഷനൊക്കെ ചെയ്ത്. എനിക്ക് അടുക്കളയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ വൃത്തിയായിട്ട് നല്ല അടിപൊളിയായിട്ട് കിടക്കുമ്പോഴത്തേക്ക് ഭയങ്കര രസമായിരിക്കുമല്ലോ. നമ്മൾ കൂടുതൽ സമയവും നമ്മൾ അടുക്കളയിലായിരിക്കുമല്ലോ നിൽക്കുന്നത്. ഫുഡൊക്കെ ഉണ്ടാക്കാനായാലും ഞാൻ കൂടുതൽ സമയം അങ്ങനെ കേട്ടോ, അടുക്കളയിൽ റൂം അതൊക്കെ ആയിരിക്കും കൂടുതൽ സമയം ഞാൻ നിൽക്കാറുള്ളത്. രാവിലെ അടുക്കളയിൽ കയറും, പിന്നെ ഉച്ചയ്ക്ക് പിന്നെ നമ്മൾ രാവിലെ തന്നെ എല്ലാം ആവുന്നതുകൊണ്ട് ഉച്ചയ്ക്ക് കയറാറില്ല. പിന്നെ രാത്രിയിലും കയറുമല്ലോ. ആ സമയത്തൊക്കെ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ജോലി ചെയ്യാനൊരു ഇൻട്രസ്റ്റും കാണുമല്ലോ. കുറച്ച് നല്ല രീതിയിൽ നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ജോലി ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കുമല്ലോ. അതുകൊണ്ട് ഇച്ചിരി എല്ലാം ഡെക്കറേറ്റൊക്കെ ചെയ്തെടുക്കണം എന്ന് പറഞ്ഞൊക്കെ ഇരിക്കുമ്പോഴായിരുന്നു പ്രഗ്നൻ്റ് ആയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആകെ ക്ഷീണവും തളർച്ചയും ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിരുന്നല്ലോ. അതുകൊണ്ട് പിന്നെ അതൊക്കെ അങ്ങ് വിട്ടു. അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ടെല്ലാം സെറ്റാക്കി എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ കിച്ചൺ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. അവിടെയൊക്കെ കഴുകി വൃത്തിയാക്കി തുടച്ചിട്ടതിന് ശേഷം കുളിക്കാൻ വന്നു. കുളിച്ച് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. കുറച്ച് നേരം നിന്നപ്പം തന്നെ നല്ല ബാക്ക് പെയിനും ബുദ്ധിമുട്ടും ഉണ്ട് കേട്ടോ. എൻ്റെ ചുണ്ടാണെങ്കിൽ എപ്പോഴും അങ്ങ് പൊട്ടിയിട്ടേയിരിക്കും, തൊലി ഇളകിയിട്ടേയിരിക്കും. അതുകൊണ്ട് ഒരുമാതിരിയിൽ പറന്നിരിക്കുകയാണ്. ഞാനാണെങ്കിൽ പല ടൈപ്പ് ഈ ഒരു ലിപ് ബാമൊക്കെ യൂസ് ചെയ്തു, പക്ഷേ അങ്ങോട്ട് സെറ്റ് ആവുന്നേ ഇല്ല. അതിനുശേഷം എന്താ ലാസ്റ്റ് വാങ്ങിച്ചാണ് ഈ വാസ്ലിൻ കേട്ടോ. ഇത് പിന്നെയും കുഴപ്പമില്ല കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്ക് അതൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഇതാ കുറച്ച് പൗഡറും ഇതൊക്കെ ഇട്ടു. പിന്നെ ഒരു പൊട്ടൊക്കെ വെക്കുമ്പോഴത്തേക്ക് കുളിച്ച് കഴിയുമ്പോൾ ഒരുങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്തോ ഒരു വല്ലാത്തൊരു സന്തോഷം തോന്നുമല്ലോ. അങ്ങനെ പിന്നെ ഇതാ ഒന്ന് ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് നേരം ഇനി വായിച്ചിട്ടൊക്കെ ഇരിക്കാമെന്ന് കരുതി. വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ബുക്കുകളൊക്കെ ഇട്ട് ഞാനിങ്ങനെ ലൈബ്രറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വെച്ച് വായിക്കുമായിരുന്നു പണ്ടൊക്കെ. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒറ്റ ഇരിപ്പിനൊക്കെ ഞാൻ ഒരു ബുക്ക് ഫുള്ള് വായിച്ച് തീർക്കുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങ് ഭയങ്കര മടിയാണ്. പക്ഷേ എന്നാലും ഇടയ്ക്കൊക്കെ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ അപ്പോഴത്തേക്ക് അമ്മ എനിക്ക് എഴുന്നേറ്റ് വന്നിട്ട് ഇതാ ഈ ഒരു മാതളമൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് 2 കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം വായിക്കാമെന്ന് കരുതി. ഞാനിതിനകത്ത് വായിച്ച് തീർന്ന ഭാഗം എവിടെയാണെന്ന് അറിയാൻ വയ്യായിരുന്നു കേട്ടോ. കുറച്ച് ഭാഗത്ത് ഇങ്ങനെ വായിച്ച് തീർന്നിട്ട് ടിക്കൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഒരു പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇവിടെ കാണുന്നേ ഇല്ല. അപ്പോൾ ഞാനിങ്ങനെ നോക്കി അവസാനം കണ്ടുപിടിച്ചു ലാസ്റ്റ്. ഇത് വായിച്ചിട്ടിപ്പം കുറച്ച് ദിവസമായി കേട്ടോ. പിന്നീട് വായിക്കാമെന്ന് പറഞ്ഞ് വെച്ചാണ്, പിന്നെ മറന്നേ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം പ്രഗ്നൻസി ടൈമിൽ ഉപയോഗിക്കാൻ പറ്റിയ സ്കിൻ കെയറിൻ്റെ നല്ല പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന്. എനിക്കൊന്നും അറിയില്ലടാ, ഞാൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല പേടിച്ചിട്ട്. അപ്പോൾ ഞാൻ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഞാൻ സൺസ്ക്രീൻ മാത്രമേ യൂസ് ചെയ്തുള്ളായിരുന്നു. അത് അക്വലോജിക്കിൻ്റെ ആയിരുന്നു. അത് ഞാൻ നേരത്തെ തൊട്ട് യൂസ് ചെയ്യുന്നതായതുകൊണ്ട് അത് മാത്രമേ യൂസ് ചെയ്യും. പിന്നെ അത് തീർന്നിട്ട് പിന്നെ വാങ്ങിച്ചിട്ടും ഇല്ല കേട്ടോ. അല്ലാതെ ഞാൻ ഒരു കാര്യങ്ങളും മുഖത്തായാലും ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇപ്പം ഇങ്ങനെ പോട്ടെ, അത് കഴിഞ്ഞിട്ട് കുഞ്ഞൊക്കെ ആയതിനു ശേഷം പിന്നെ നമുക്ക് ഓരോന്ന് നോക്കാമെന്ന് കരുതി ഞാനിപ്പോൾ ഒന്നും വാങ്ങിക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.